നല്ലൊരു ഡാർക്ക് മൂഡിലുള്ള വയലൻസും പരിപാടിയൊക്കെ ഭയങ്കര പേടിപ്പെടുത്തും. പേടിച്ച പടം കണ്ടിട്ട് ഇതില് ഒരുപാട് അഭിനയം പഠിക്കാനുണ്ട്. ഭീമരസം, ഭയാനകം, കരുണ, സൗബിന്റെ ഒരു തീഷ്ണ നിറഞ്ഞ അഭിനയം. ശേഷം സൗബിൻ പൊളിച്ചടിക്കൊരു മൂവിയാണ്. പിന്നെ ചെമ്പൻ വിരോധന്റെ ഒരു തിരിച്ചുവരവ് തന്നെയാണ് ഈ പടം തന്നെ. ബേസിലിനെ എല്ലാവരും കളിയാക്കി പോലീസ് വേഷം വേറെ ലെവലായിട്ട് അഭിനയിച്ചിരിക്കുന്നു. ബേസിലിനെ വേഷങ്ങൾ ചെയ്യും, മമ്മൂക്ക ചെയ്യുന്ന പോലത്തെ പോലീസ് വേഷം പുള്ളിക്ക് ചെയ്യാൻ സാധിക്കും തെളിയിച്ചൊരു മൂവിയാണ്. സൂക്ഷ്മദർശനയ്ക്ക് ശേഷം നല്ലൊരു വയലൻസ് മോഡലുള്ള സിനിമയാണ്. വ്യത്യസ്തം പറഞ്ഞൊരു കഥാതന്തുവാണ്. ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ് സിനിമ. എന്തായാലും കുടുംബ പരിസരക്ക് ധൈര്യമായിട്ട് ഒരു വൺ ടൈം കാഴ്ചകളാണ് പടം. പിന്നെ ചാന്ദിനി എന്ന് പറഞ്ഞാൽ ഇതിൽ ചെയ്തിരിക്കുന്ന ആ കുട്ടിയുടെ ഗ്ലാമർ നോക്കിയിട്ടുള്ള കഥാപാത്രത്തിനനുസരിച്ച് ഇരുനിറമായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത്. ചാന്ദിനി ക്രഷടിച്ചോ? ഇനി അടുത്ത കേസ് വരും കേട്ടോ. എന്തായാലും ചാന്ദിനി നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചു. അതുപോലെ തന്നെ സൗബിനാണെങ്കിലും ബേസിലാണെങ്കിലും ചെമ്പനാണെങ്കിലും പടം ഇതിൻ്റെ മേക്കിങ്ങിലാട്ടോ. എന്ന് വെച്ചാൽ ഒരു സംവിധായകൻ്റെ പടമാണ്, സംവിധായകൻ്റെ എഡിറ്ററുടെ പടമാണിത്. അതുപോലെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഓരോ കട്ടിങ് സീനൊക്കെ ഉണ്ടാവുണ്ടല്ലോ. ബേസിലേക്ക് ബെസ്റ്റ് പെർഫോമൻസ് വെച്ചത്. ഇൻട്രോയിലൊക്കെ ഒരു ബേസിൽ തകർത്ത് വരുവാണ്. ഇൻട്രോയിൽ കഴിഞ്ഞാൽ അത് വേറൊരു സ്റ്റൈലിലേക്കാണ് പോകുന്നത്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയുന്നത് ജൂനിയർ ആർട്ടിസ്റ്റുകൾ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട്. അവരെല്ലാം കിടിലായിട്ടുണ്ട്. മറ്റേ മെയിൻ ആക്ടേഴ്സിനേക്കാളും വർക്ക് അവർ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു 5 ആക്ടേഴ്സ്, പിന്നെ പഴയ ചാന്ദിനി ചെറിയ റോളൊക്കെ ചെയ്തത് ചാന്ദിനി ഇതിനകത്ത് മെയിൻ റോളാണ് കയറി ചെയ്തിരിക്കുന്നത്. ഉഗ്രനായിട്ടുണ്ട് പടം. ചെമ്പൻ്റെയൊക്കെ മെയിൻ എന്ന് വെച്ചാൽ ബേസിലിൻ്റെ ടോപ്പ് അതാണ് ഇതിനകത്ത് കണ്ടിരിക്കുന്നത്. ഉഗ്രം പടം, അടിപൊളി പടം. സൗകര്യം ബേസിന് അല്ല, അവരെ ബെസ്റ്റ് പെർഫോമൻസ് ആണല്ലോ. അതുകൊണ്ട് ബേസിലിൻ്റെ എനിക്ക് തോന്നുന്നത് ഏറ്റവും നല്ല പെർഫോമൻസ് ആയിരുന്നു കണ്ടിരിക്കുന്നത്. ബേസിൽ ഓരോ സീനൊക്കെ ഇൻ്റർവ്യൂവിൽ ഒരു സീനുകൾ കിട്ടി, കട്ട് ചെയ്യുന്ന സീനുകളൊക്കെ അതൊരു എഡിറ്റിങ്ങിൻ്റെയും ഭംഗിയുണ്ട്. അടിപൊളി പടം. ഏതായാലും മസ്റ്റ് വാച്ച് തിയേറ്ററാണ്. അല്ല, എസ് നേരത്തെ വന്നിട്ടുണ്ടല്ലോ. എന്ന് വെച്ചാൽ ഇതല്ല, പുള്ളി ഒരു സൈക്കോത്തിക്കാണ് അതിനകത്ത് കാണിക്കുന്നത്. അങ്ങനെയാണ് കാണിക്കുന്നത്. അത് നല്ലപോലെ പുള്ളി ചെയ്തിട്ടുമുണ്ട്. നല്ലൊരു പടം. അൻവർ മാത്രമല്ല, ഇത് ശ്രീനിവാസൻ്റെ പടമാണ്. ഡയറക്ടറുടെ മസ്റ്റ് പടം കേട്ടോ. ഇടിപ്പം പടം അടിപൊളി. കാരണം ബേസിൽ ഒരു പുള്ളി ടോട്ടലി ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. ഏത് പടത്തിലും പുള്ളിക്ക് ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. അത് പുള്ളിയുടെ കയ്യിൽ ഭദ്രമാണ്. അതുപോലെ തന്നെയാണ് സൗബിൻ സാഹിറും. ഏത് പടം എടുക്കുകയാണെങ്കിലും അഭിനയ സാധ്യതയുള്ള റോളാണെങ്കിൽ അതിലൊന്നും നോക്കൂല. മറ്റുള്ള നടന്മാരെ പോലെ ഒന്നും നോക്കുന്നില്ല. ഏത് വേഷം കോലം കെട്ടാനും പുള്ളി തയ്യാറാണ്. പുള്ളി അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, എനിക്ക് സൗന്ദര്യമൊന്നും ഇല്ലാത്തതുകൊണ്ടല്ല എന്നെ എല്ലാവരും ചതിക്കുന്നത്. പക്ഷേ അതുപോലെ തന്നെയാണ് പുള്ളി അങ്ങനത്തെ ഒക്കെ വേഷം ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്ക് നല്ല ഇതുണ്ട്. അഭിനയ സാധ്യതയുള്ള ഇതാണ്, റോളാണ്. അടിപൊളി പടമാണ്. നല്ല ക്രൈം ത്രില്ലറാണ്. നല്ല സംവിധാനമൊക്കെ നന്നായിട്ടുണ്ട്. നല്ല ഡയറക്ഷൻ. കോമഡി എന്ന് പറഞ്ഞാൽ അങ്ങനെ എടുത്തു പറയത്തൊക്കെ കോമഡി ഒന്നുമില്ല. എന്നാലും നൈസായിട്ടുള്ള ചില വാക്കുകൾ കൊണ്ടുള്ള ഇതൊക്കെ നമുക്ക് ചിരിക്കാനുണ്ട്. സിറ്റുവേഷൻ കോമഡികളും ഇടയ്ക്ക് വരുന്ന ഡയലോഗൊക്കെ നമുക്ക് അത്യാവശ്യം ചിരിക്കാനുണ്ട്. അല്ലാതെ കോമഡി എന്ന് പറഞ്ഞാൽ എടുത്തൊക്കെ അങ്ങനെയൊന്നും പറയാനില്ല. ഒരു ക്രൈം ത്രില്ലറാണ്. അതൊരു സസ്പെൻസ് ക്രൈം ത്രില്ലർ തന്നെയാണ്. കണ്ടിരിക്കാം. ഒട്ടും ലാഗില്ലാതെ നമ്മൾ എൻഗേജഡാണ് ഫുൾ ടൈം പടത്തിൽ. എല്ലാം അടിപൊളിയായിട്ടുണ്ട്. ബേസിൽ പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ആ ഒരു സെയിം സ്വാഗ്നസ് ഉണ്ടായിരുന്നു. സൗബിൻ, ചെമ്പൻ വിനോദ് നൈസായിരുന്നു. ക്ലൈമാക്സ് അത്യാവശ്യം ട്വിസ്റ്റുള്ള, എന്നാൽ അതുവരെ കോമഡി ട്രാക്കിലൂടെ പോയി സീരിയസ് ആണെങ്കിൽ പോലും മറ്റേ ഡാർക്ക് ഹ്യൂമർ പോലത്തെ കുറച്ചൊക്കെ ഉണ്ട്. ഡയറക്ടർ പൊളിച്ചിട്ടുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ഡയറക്ടറാന്ന് പറയത്തില്ല. മേക്കിങ് അടിപൊളിയായിട്ടുണ്ട്. BGM നൈസായിരുന്നു. ഫൈറ്റ് സീൻസൊക്കെ നൈസായിരുന്നു. പിന്നെ അതിനകത്ത് നമ്മുടെ ഇതിനകത്ത് ARMലേക്ക് ആ ബില്ല, എനിക്കുള്ള പേരറിയില്ല. പുള്ളി ഇതിനകത്ത് സെറ്റായിരുന്നു. ഷാപ്പിക്കുള്ള ഒരു കൊലപാതകം, അതിൻ്റെ ചുരുളായത്ര രഹസ്യങ്ങൾ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പുതിയ ഡയറക്ടറിൻ്റെ എന്താ പറയുക, ഒരു ഫസ്റ്റ് ടൈം ഡയറക്ടറെന്ന് പറയത്തില്ല. ത്രില്ലിംഗ് ആയിരുന്നു. ഫസ്റ്റ് ടൈം ഡയറക്ടറെന്ന് പറയത്തില്ല. അത്ര അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും മലയാള ഇൻഡസ്ട്രിക്ക് പുതിയൊരു നല്ല ഡയറക്ടർ കൂടിയാണ്. മാത്രമല്ല ഡയറക്ടറുടെ ഒരു ഇതിലും കയറി വന്നിട്ടുണ്ട്. കാരണം ആ പടം കണ്ടുകൊണ്ടിരിക്കുന്ന തന്നെ അറിയാം ആ പടത്തിൻ്റെ ഒരു വേ ഓഫ് മേക്കിങ്ങിൻ്റെ ഗുണം എന്നാന്നുള്ളത്. ഷാപ്പിംഗ് കോഡ് എന്നുള്ള പേരിൻ്റെ ആ ഒരു വേ ഓഫ് സ്റ്റൈൽ പടത്തിൽ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഷാപ്പിൽ വന്നിരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു വൈബ്, അതിനെ ബേസ് ചെയ്തൊന്ന് കഥ ത്രില്ലർ, അത്യാവശ്യം കോമഡി ഉണ്ട്. ഒരു ത്രില്ലറാണ്. മേക്കിങ്ങിലാണ് പടം പോയേക്കുന്നത്. ബേസിലിൻ്റെ ഒരു വേറെ വെറൈറ്റി ഒരു പെർഫോമൻസ് ആണ് അതിൽ. എനിക്ക് തോന്നുന്നു ബേസിലിൻ്റെ നെക്സ്റ്റ് ഹിറ്റ്. അതായത് ചെമ്പൻ വിനോദും സൗബിനൊക്കെ അവരുടെ കൊടുത്തിരിക്കുന്ന റോളുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ തിയേറ്റർ വാച്ച് മൂവി തന്നെയാണ്. കൊള്ളാം. മ്യൂസിക്കാണ് പടത്തിൽ ഫസ്റ്റ് തൊട്ട് എൻ്റെ വരെ പിടിച്ചിരുത്താൻ പറ്റിയിട്ടുണ്ട്. അത് പല സീനുകളും, എസ്പെഷ്യലി കോമഡി സീനാണെങ്കിലും ത്രില്ലറാണെങ്കിലും അതിൻ്റെ പല സീക്വൻസിലാണെങ്കിലും മ്യൂസിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പടം ടോട്ടലി കൊള്ളാം. ഇതൊരു ആവറേജ് പടമാണ്. ആവറേജ് എന്ന് വെച്ചാൽ ഒരു കോമഡി ത്രില്ലറിൻ്റെ ഇടയ്ക്ക് നിൽക്കണം. പക്ഷേ മൊത്തത്തിൽ അങ്ങ് കംപ്ലീറ്റ് എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ മിസ്സുകളുണ്ട്. പക്ഷേ